ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പ്രേമിച്ചു, അവര് വിവാഹം കഴിക്കുന്നു. എനിക്കതിലൊരു വിരോധവും ഇല്ല. പക്ഷേ വിവാഹം എന്നുള്ളത് രണ്ട് വ്യക്തികൾ തമ്മിലല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ്. അപ്പൊ ആ കുടുംബത്തിന്റെ സാംസ്കാരിക രീതിയും മതപരമായ കാഴ്ചപ്പാടും നാളെ ഇയാളുമായിട്ട് യോജിക്കാത്തതാവരുത്. ഇപ്പൊ ഞാൻ ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക, ഞാൻ ഒരു മുസ്ലിം മതത്തിലെ ആൺകുട്ടിയെ പ്രേമിച്ചു, അഥവാ ഞാനൊരു ആൺകുട്ടിയാണെന്ന് വിചാരിക്കുക, മുസ്ലിം മതത്തിലെ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു. ഒരു തെറ്റും ഞാനതിന് പറയില്ല. എന്നാൽ പ്രണയിച്ച് മുന്നോട്ട് പോയപ്പോഴാ പറഞ്ഞത് കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണം. അപ്പൊ നീ പ്രണയിച്ചതാരെ, മതത്തെയാണോ എന്നെയാണോ? മതത്തെയാണെങ്കിൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു, ആ നിമിഷം ഞാൻ കട്ട് ചെയ്യും. അല്ല എന്നെയാണോ? ഇതേപോലെ നമുക്ക് മുന്നോട്ട് പോവാം. അവിടെയാണ് കുടുംബം വരുന്നത്. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അള്ളാഹു അല്ലാതെ മറ്റൊരു ഈശ്വരനില്ല. 5 നേരം വിളിച്ചു പറയുന്നുണ്ട് പള്ളികളിലൂടെ. അവന്റെ അന്ത്യപ്രവാചകനായിട്ട് മുഹമ്മദ് മാത്രമേ ഉള്ളൂ, വേറൊന്നിനെ അംഗീകരിക്കുന്നില്ല. സ്ത്രീ അവിടെ പുരുഷന് തുല്യതയുള്ളവളല്ല. സ്ത്രീക്ക് പുരുഷന്റെ പകുതി അധികാരമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സ്ത്രീ സാക്ഷ്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല, അതിന് പകുതി വിലയേ ഉള്ളൂ. പുരുഷൻ പറഞ്ഞാൽ പൂർണ്ണ വിലയാണ്. പർദ്ദയ്ക്കുള്ളിൽ മൂടപ്പെട്ട് പുരുഷന്റെ ഉപഭോഗ വസ്തുവായി കൊണ്ടു നടക്കപ്പെടേണ്ടവളാണ് സ്ത്രീ, അല്ലാണ്ട് അവൾക്ക് വ്യക്തിത്വം ഇല്ല. അപ്പൊ ഇത് നാളെ എന്നിൽ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോ ഞാൻ നിത്യ ദുഃഖത്തിലേക്ക് പോകേണ്ടി വരും. ഇത് ഇന്ന് ഞാൻ മനസ്സിലാക്കണം. മതചിന്തയ്ക്ക് അപ്പുറത്ത് മാനവികതയിലേക്ക് ഉയർന്നവർ ഏതോ മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, വിവാഹം കഴിച്ചോ വളരെ സന്തോഷം, നാളെ ചൂഷണം ചെയ്യപ്പെടരുത്. അത്രേ എനിക്ക് മക്കളോട് പറഞ്ഞു തരാനുള്ളൂ.